അല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഈ രാജി കത്ത് കൊടുത്തത് ഫെബ്രുവരി 21 തീയതിയാണ് മെയിൽ വന്നത്. പക്ഷേ 22 തീയതി തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജിവെക്കരുത്, GS ഇവിടുത്തെ ജനറൽ സെക്രട്ടറി തിരിച്ചയച്ചിട്ടുണ്ട്. രാജിവെക്കരുത്, ജനറൽ ബോഡി വരെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അയച്ചത് ഡെലിറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2 ഞങ്ങളുടെ EC മീറ്റിങ്ങിലും ഇത് പറഞ്ഞിട്ടില്ല രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12 EC മീറ്റിങ്ങിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ലേ. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ളൊരു ഗൂഢാലോചന നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അല്ല, അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടേ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാള് പറഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളാണ്. അതെ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവർ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായ സംസാരങ്ങൾ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പ്രിയങ്ക ഇവിടെ ഉണ്ട്. ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണങ്ങൾ, ഇതിപ്പോൾ കാശ് കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാണ്.